വീഡിയോ ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ഒന്നും ആയിരുന്നില്ല. ഞാൻ കമ്മ്യൂണിറ്റിയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിനക്കെന്നടാ സുഖമില്ലയോ? ഒച്ചയൊക്കെ എന്നാ ഒരു മാതിരി ഇരിക്കുന്നേ? മുരുകൻ അങ്കിള് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര നാൾ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നത്. ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ ആയാലും കുറേ റൂമേഴ്സ് അടിച്ചിറക്കിയിട്ടുണ്ട്. ദുരൂഹതയുണ്ട്, തംബ്നെയിലൊക്കെ വെച്ചിട്ട് ഞാൻ കരയണ മാതിരിയൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ മറ്റേ ജോളോ ചുപ്പിന് ചലഞ്ച് ചെയ്തൊക്കെ അതൊക്കെ വെട്ടി തംബ്നെയിലാക്കി. ഇത് വലിയ തിന്മയാണ്. ആ ഒരു രീതിയിലൊക്കെ തംബ്നെയിലൊക്കെ ഉണ്ടാക്കി കണ്ടന്റ് ആക്കുന്ന ആൾക്കാരുണ്ട്. മിക്കരും ഒരു കണ്ടന്റ് ആക്കുന്ന രീതിയിൽ കുറെ കണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര ഒരു വിഷമാണ്. അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയല്ല തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ഇത് കാണുന്ന റിലേറ്റീവ്സിനായാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. മരണത്തില് ദുരൂഹതയുണ്ട്. അതെ, മരണത്തിൽ ദുരൂഹതയുണ്ട്. ഒരു ദുരൂഹതയില്ല, സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. അപ്പൊ ദേവി ഇത് അങ്ങനത്തെ ഒന്നും റൂമേഴ്സ് അടിച്ചിറക്കാണ്ടിരിക്കുക. അപ്പൊ ഒരു മരണമാണ് എന്നുള്ളൊരു തോട്ട് വെച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഞങ്ങളുടെ ആ ഒരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ വന്ന് പറഞ്ഞിട്ടില്ല ഇത് നിങ്ങൾ കണ്ടന്റ് ആക്കി എന്നൊന്നും ഞാൻ എങ്ങും ആരോടും വന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനത്തേക്കുള്ള കാര്യം വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും. എന്തായാലും ഒരു കാര്യം പറയാം, ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. അത് കള്ളിഷാപ്പിലിരുന്ന് കുശി പറയുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി. മനസ്സിലായില്ലേ? ഒരു മരണമാണല്ലോ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് കുറച്ച് വിവേകത്തോട് കൂടിയിട്ട് പെരുമാറാം. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, ഷെയർ ചെയ്യാം, കുഴപ്പമില്ല. എന്ന് വെച്ചിട്ട് അറിയാത്ത കാര്യം ചുമ്മാ ഇങ്ങനെ തട്ടി വിടുന്ന സെറ്റപ്പ് ഉണ്ട്. അത് ദയവ് ഇത് ചെയ്യാണ്ടിരിക്കുക. അപ്പൊ ഇത് കാണുന്ന ആൾക്കാർ എന്തോ ചിന്തിക്കുന്നു, അപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നല്ലേ ചിന്തിക്കുള്ളൂ. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാകൂടങ്ങളല്ലേ വൈറലാവുന്ന. ഇപ്പൊ ചിലരുടെ വയറ്റിപ്പഴപ്പ്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാനോ അവനോ ഒന്ന് പറയും. ഇപ്പൊ നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അതുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത്. അതിന് ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറയാത്തന്നെ അടിച്ചങ്ങ് വിടുക. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം.